സർ, നമ്മുടെ പി.ജെ. കുര്യൻ എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ചെന്ന് കണ്ടിരിക്കുകയാണ്. പി.ജെ. കുര്യനും സുകുമാരൻ നായരും തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. പക്ഷേ പി.ജെ. കുര്യൻ ഇപ്പോൾ ചെന്ന് കണ്ടിരിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളാണ് നിറയെ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പി.ജെ. കുര്യൻ ജി. സുകുമാരൻ നായരോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സുകുമാരൻ നായർ അംഗീകരിക്കുമോ? അങ്ങനെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. എന്റെ ചോദ്യവും അത് തന്നെയാണ് രാജഗോപാൽ സാർ. ഒരുപക്ഷെ പി.ജെ. കുര്യന് സുകുമാരൻ നായരോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഇപ്പോൾ നേരിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണെങ്കിൽ അത്തരത്തിൽ പി.ജെ. കുര്യന് സുകുമാരൻ നായരിലോ എൻ.എസ്.എസിലോ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ? മാത്രമല്ല പി.ജെ. കുര്യനും സുകുമാരൻ നായരും തമ്മിൽ അത്തരത്തിലൊരു ആത്മബന്ധമുണ്ടോ? അതാണ് ആ ചോദ്യം നിർത്തിയിടത്താണ്. അവര് തമ്മിൽ വെറും സൗഹൃദം മാത്രമല്ല നീതു, ആത്മബന്ധമുള്ള നേതാക്കന്മാരാണ്. ഇന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തില്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തില് എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറിയുമായിട്ട് ആത്മബന്ധത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നേതാക്കന്മാരാണ്. ആ നേതാവ് അതില് ഒന്ന് പ്രൊഫസർ പി.ജെ. കുര്യൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം വളരെ ബഹുമാന പുരസരം, എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി വളരെ ബഹുമാന പുരസരം കുര്യൻ സാറേ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം അധികാരത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും പണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നു, ഒരുപാട് തവണ എം.പി. ഒക്കെ ആയിരുന്ന ആളാണ്. എങ്കിൽ പോലും ഇന്നും അതേ ബഹുമാനത്തോടുകൂടി കുര്യൻ സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംബോധന ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് തിരിച്ചും കുര്യൻ സാറിന്റെ സംബോധന അങ്ങനെ തന്നെയാണ്. ഇവർ തമ്മിൽ വളരെ ഇഴയടുപ്പമുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. വളരെ സൗഹൃദമാണ്, മനസ്സ് തുറന്ന് സംസാരിക്കും. നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മറ്റ് വരുന്ന രാഷ്ട്രീയക്കാരെ പോലെയോ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരോടോ ഉള്ള ഒരു മറവില്ലാതെ തുറന്ന് സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് കേരളത്തിലുള്ളതിൽ പ്രൊഫസർ കുര്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം സാഹചര്യങ്ങളൊക്കെ വഷളായി നിൽക്കുകയാണ്, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ മോശമാകുന്നു. എൻ.എസ്.എസ് ഇടതുപക്ഷത്തേക്ക് ചരിയുന്നു. നായർ സർവീസ് സൊസൈറ്റി ഇതേവരെ നിന്ന് സ്റ്റാൻഡ് മാറ്റിയിരിക്കുന്നു, അത് അവർ ഇടതുപക്ഷത്തേക്ക് ചരിയുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ആ സമയത്ത് ഇനി ഇവിടെ നിന്ന് നിർദ്ദേശം വന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അതോ അല്ലെങ്കിൽ സ്വമേധയാണോ താൻ ഇത്രയും കാലം അല്ലെ, തന്റെ ജീവിതകാലം, അദ്ദേഹത്തിന് 80 വയസ്സായി, ഇത്രയും കാലം 60 വർഷത്തിലേറെ നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തില് താൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അല്ലെങ്കിൽ കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെ, തനിക്കെല്ലാം തന്ന ഒരു പ്രസ്ഥാനത്തെ തന്റേതായ സംഭാവനകളിലൂടെ തിരിച്ചും കൊടുത്ത ആ ഒരു പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട ചുമതല, അതിനൊരു എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായാൽ ഇറങ്ങേണ്ട സ്വയം ഒരു ചുമതല അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇന്ന് എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറിയെ കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞത് എൻ.എസ്.എസിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നാണ്. തീർച്ചയായിട്ടും അതായിരിക്കും. കാരണം അത് സുകുമാരൻ നായരുടെ, ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ കുര്യൻ സാറിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ.എസ്.എസിന്റെ നിലപാട്, രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എൻ.എസ്.എസ് ഇപ്പോഴും സമദൂര സിദ്ധാന്തം തന്നെയാണ്. സമദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നണിയോടും ഒരു കക്ഷിയോടും അടുപ്പമില്ല. ഒരു കക്ഷി രാഷ്ട്രീയത്തിനും എൻ.എസ്.എസ് ഇല്ല. എൻ.എസ്.എസിലുള്ള പതിനായിരക്കണക്കിന് പ്രവർത്തകർക്ക് നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അത് ഇടതുപക്ഷത്തെ ചെയ്യേണ്ടവർക്ക് ഇടതുപക്ഷത്തെ ചെയ്യാം, വലതുപക്ഷത്ത് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാം. അതാണ് സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ചായ്വ് ആരോടുമില്ല. പിന്നെന്തായിരുന്നു വിഷയം? അതായിരുന്നു ചോദ്യം. പിന്നെന്തായിരുന്നു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ.എസ്.എസ് പ്രതിനിധിയെ അയച്ച തൊട്ടാണ് വിവാദങ്ങൾ തുടങ്ങുന്നത്. അവിടെ പോയത് എൻ.എസ്.എസിന്റെ വൈസ് പ്രസിഡന്റ് തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റുമായി സംഗീത് കുമാറാണ് പോയത്. മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി വേദിയിലുണ്ട്, ദേവസ്വം മന്ത്രിയുണ്ട്, തമിഴ്നാട് മന്ത്രിമാരുണ്ട്. അതോടൊപ്പം തന്നെ എൻ.എസ്.എസിന്റെ എസ്.എൻ.ഡി.പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഉണ്ട്. അതായത് ശബരിമല പ്രക്ഷോഭ കാലത്ത് നേരെ ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് എൽ.ഡി.എഫ് സർക്കാർ, പിണറായി സർക്കാർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് അതിശക്തമായ പ്രതിഷേധം നടത്തിയ സംഘടനയാണ് എൻ.എസ്.എസ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അവിടെ യുവതികളെ കയറ്റരുത്, ആചാരലംഘനം നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എത്രയോ പ്രവർത്തകർ, അമ്മമാരടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി അല്ലേ. അവർക്കൊക്കെ ശബരിമലയിൽ പോകാവുന്ന, അനുവദിക്കാവുന്നൊക്കെ ആളുകളാണ് അല്ലേ, അതിനൊക്കെ പറ്റിയ ആളുകളായിരുന്നു അവരുടെ. പക്ഷെ അവർക്കാർക്കും പോകണ്ട, ഒരു അമ്മമാർക്കും അതിന് പോകണ്ട, ഒരു സഹോദരിമാർക്കും അതിന് പോകണ്ടായിരുന്നു. അതുകൊണ്ട് അതിശക്തമായിട്ട് അവർ രംഗത്തിറങ്ങിയവരാണ്.
അതിനെതിരെ സർക്കാർ എന്തെല്ലാം ചെയ്തു? സർക്കാർ യുവതികളെ തന്നെ, സ്ത്രീകളെ തന്നെ പുറത്തിറക്കിയിട്ട് നവോത്ഥാന മതിലുകൾ സൃഷ്ടിക്കുക, അത്തരത്തില് എന്തെല്ലാം രീതിയിൽ NSSനെ പ്രകോപിപ്പിക്കാമോ ആ രീതിയിലെല്ലാം പ്രകോപിപ്പിച്ചു. എന്നിട്ട് ഈ നവോത്ഥാന സമിതിയുടെ നായകനായിട്ട് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവരികയും ചെയ്തു. NSS ക്ഷുഭിതമായിട്ട് കാര്യമില്ല ഇതിനകത്ത്. ഇതിലപ്പുറത്ത് അവരെ എന്ത് അപമാനിക്കാനാണ്? അവർ ശക്തമായിട്ട് പ്രതികരിച്ച ഇക്കാര്യത്തില്. ആ സമയത്താണല്ലോ കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആദ്യത്തെ റിസൾട്ട് കണ്ടു അല്ലെ? സമ്പൂർണ്ണ പരാജയം, ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി സമ്പൂർണ്ണ പരാജയമായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. ശരിക്കും അന്ന് ശബരിമലയിൽ ഏറ്റുമുട്ടിയത് LDFന്റെ അല്ലെ ഇടതുപക്ഷ പ്രവർത്തകരും അല്ലെങ്കിൽ നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ച കക്ഷികളും BJP RSS സംഘപരിവാർ ശക്തികളും തമ്മിലായിരുന്നു അവിടെ ഏറ്റുമുട്ടലുണ്ടായിരുന്നത്. അവര് ആചാരം സംരക്ഷിക്കണം. BJP RSS കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ആചാരം സംരക്ഷിക്കണം. ഒരു യുവതിയെ അവിടെ കയറ്റാതിരിക്കാൻ അവരെ കഴിയാവുന്ന എന്തെല്ലാം ചെയ്യാമോ, അത് കായികമായിട്ടാണെങ്കിൽ അങ്ങനെ വരെ നേരിടാൻ അവർ തയ്യാറായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസത്തിന്റെ പ്രശ്നം തന്നെയായിരുന്നു അത്. അങ്ങനെ. പക്ഷെ കോൺഗ്രസിന് ആ സമയത്ത് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ ആളുകളെ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ചില അറസ്റ്റുകളും കേസുകളും ഒക്കെ ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാല് ശബരിമലയിൽ അത്തരത്തിലുള്ള പോലീസിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പറഞ്ഞ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു നിലപാടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ഇരുന്ന് പറയുന്നത് ഞങ്ങളും വിശ്വാസികൾക്കൊപ്പമാണ്, പക്ഷെ യുവതികളെ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അങ്ങനത്തെ ഒരു നിലപാടാണ് അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തില് അന്നത്തെ ശബരിമല നായകനെന്ന് RSS BJP സംഘപരിവാർ സംഘങ്ങൾ വിശേഷിപ്പിച്ചതും അവിടെ ഒരുപാട് പീഡനങ്ങൾ, പോലീസിന്റെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നതുമായ BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത് ശബരിമലയുടെ പ്രതീകമായിട്ട്. പണ്ട് നിലയ്ക്കൽ സമരകാലത്ത് കുമ്മനം രാജശേഖരന് എന്തെല്ലാം സ്വീകരണത്തിലാണോ, എത്തരത്തിലുള്ള സ്വീകരണങ്ങളാണോ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ കിട്ടിയത്, അതേ തരത്തിലുള്ള ഒരു സ്വീകരണവും ഭക്തി പരമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു സുരേന്ദ്രന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ NSS പിന്തുണ സുരേന്ദ്രന് കിട്ടിയില്ലെന്നാണ് അറിവ്. NSS പിന്തുണ സുരേന്ദ്രന് കൊടുത്തില്ല, സുരേന്ദ്രനെ പിന്തുണച്ചില്ല എന്നാണ് അന്നത്തെ ചില കണക്കുകളൊക്കെ കാണിക്കുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെയായിരുന്നു അന്ന് ഇവരുടെ NSS പിന്തുണ കൊടുത്തത്. അപ്പൊ അത്രയേറെ കൂറ് തെളിയിച്ച പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരം കാര്യങ്ങളിൽ ഇതുവരെ അങ്ങനെ ഒരു കളവോ ചതിവോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള NSSനെ പിണക്കരുത്. അപ്പൊ ഈ ആഗോള സംഗമത്തിന് ശേഷം വന്ന ചില സംശയങ്ങൾ എന്ന് പറയുന്നത് NSS രാഷ്ട്രീയപരമായിട്ട് തിരിഞ്ഞോ, NSS രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയ തീരുമാനങ്ങൾ വല്ലതും എടുത്തിട്ടുണ്ടോ? LDFനോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നു, മുഖ്യമന്ത്രിയോടൊപ്പം NSS നേതാവ് വേദി പങ്കിടുന്നു. അതേവരെ ബദ്ധവൈരികൾ എന്നൊക്കെ തന്നെ പറയാവുന്ന അന്ന് SNDP യോഗവുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ മുറിഞ്ഞു പോയ ശേഷം അത് കൂട്ടി കണക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സംശയമായി NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ വല്ലതും മാറ്റം വന്നിട്ടുണ്ടോ? അതില്ലെന്നാണ്. അങ്ങനെ ഒരു NSSന്റെ രാഷ്ട്രീയ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർക്ക് ആരോടും സ്നേഹവുമില്ല, വിരോധവുമില്ല എന്നുള്ളതാണ്. സമുദായ അംഗങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്തോട്ടെ, അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്തോട്ടെ എന്നുള്ളതാണ്. ഈ 2-3 കാര്യങ്ങളാണ് ഇന്ന് ജനറൽ സെക്രട്ടറിയെ കണ്ട ശേഷം പ്രൊഫസർ PJ കുര്യൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തിലെ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോടെ വന്നിരുന്നു. ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറയുന്നതെന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമ്മൾ അങ്ങനെ സൂചിപ്പിക്കാന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്ന, അങ്ങനെ സാമുദായിക നേതാക്കളെ അവരുടെ ആസ്ഥാനത്ത് ചെന്ന് കണ്ട് നമ്മളൊരു ക്ലീഷേ പറയുന്നത് പോലെ അവരുടെ തിണ്ണ നിരങ്ങാനും ഉള്ള കാര്യങ്ങൾക്കൊന്നും ഇനി കോൺഗ്രസ് പ്രസ്ഥാനത്തെ കിട്ടത്തില്ല. അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ, സമുദായ നേതാക്കൾ സമുദായ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, അവള് രാഷ്ട്രീയത്തിലൊന്നും ഇടപെടണ്ട എന്നൊരു കർശനമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലപാടിന് വിരുദ്ധമാണോ കുര്യൻ സാറിന്റെ നിലപാട്, പ്രൊഫസർ കുര്യന്റെ നിലപാട് അതിന് വിരുദ്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പറയുന്നത് രണ്ടും ശരിയാണെന്നാണ് പറയുന്നത്. അത് ആവശ്യമില്ല. പക്ഷെ NSSന്റെ രാഷ്ട്രീയ നിലപാട് മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് അങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട്, രാജ്യസഭ ഉപാധ്യക്ഷനായിരുന്നല്ലോ അദ്ദേഹത്തിന്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ബുദ്ധിപരമായിട്ട് സംസാരിക്കാനും അറിയാം. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട്
കുര്യന്റെ സന്ദർശനം ഇനി ഏത് തരത്തിലെടുക്കുമെന്നൊക്കെ പറയാനൊക്കത്തില്ല കേട്ടോ. കുര്യൻ ഇന്ന് അവിടെ പോയി പിന്നെ സുകുമാരൻ നായരെ കണ്ടതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ പിന്നെ കോൺഗ്രസ് മറ്റ് നേതാക്കന്മാരിലോ ഈവൻ യൂത്ത് കോൺഗ്രസിൽ പോലും എന്തോ അഭിപ്രായങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ 2 മാസം മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പത്തനംതിട്ടയിൽ വെച്ച് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രൊഫസർ കുര്യൻ ആ യോഗം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ട് അവിടെ ആ യോഗത്തിൽ സംസാരിച്ചത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പിന്നെ വളരെ ആരോഗ്യകരമായ ചില വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ആരും പഴയ നേതാക്കന്മാരെ ആരും പരിഗണിക്കുന്നില്ല, സീനിയേഴ്സിന്റെ ഉപദേശം കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. എല്ലാം കുറച്ച് കുട്ടികൾ തീരുമാനിക്കുന്നു, അല്ലെ ചെറുപ്പക്കാര് അയാൾ തീരുമാനിക്കുന്നു. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ തങ്ങളാണെന്നുള്ള ഒരു മട്ടിലാണ് ചിലരൊക്കെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രായമുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കണം. നിങ്ങളെക്കാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യവും പ്രായവുമുള്ള ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ കൂടെ കേൾക്കണം എന്നൊക്കെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴ് ആ വേദിയിൽ തന്നെ മറുപടി വന്നു കേട്ടോ. ആ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ, അദ്ദേഹത്തിന്റെ കേസിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്, മറുപടി വന്നു. വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അപ്പൊ അവസാനം പറഞ്ഞു വന്ന് ഏതാണ്ട് നമ്മൾ പറഞ്ഞില്ലേ, പൊതുവായ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അങ്ങനെ PJ കുര്യൻ അമ്മാവൻ പൊളിറ്റിക്സ് കളിക്കണ്ട, അല്ലെ, അല്ലെങ്കിൽ അപ്പൂപ്പൻ പൊളിറ്റിക്സ് കളിക്കണ്ട എന്നുള്ള മട്ടിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ചില നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ആ സമയത്തുണ്ടായത്. ശരിക്കും പറഞ്ഞില്ലേ, അത് ശരിക്കും ഒരു അപമാനിതനായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു പക്ഷെങ്കിൽ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷെ മറ്റേ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കേണ്ടവരാണ്. അതെ, ഇവരൊക്കെ ചിലരൊക്കെ വീട്ടിലിരിക്കുന്ന നേതാക്കന്മാരാണ് വന്നിട്ട് പഴയ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ, അല്ലേ, പിന്നെ നമ്മൾ കൊണ്ട് പറയത്തില്ലേ, അതൊക്കെ എടുത്ത് പുറപ്പെടുത്തിടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള മറ്റു അഭിപ്രായങ്ങൾ വന്നു. പിന്നീട് അദ്ദേഹം അങ്ങനെ വലിയ സജീവമായിട്ടൊന്നും അങ്ങനെ ഇത്തരം ക്യാമ്പുകളിലൊന്നും കണ്ടിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ എൻ എസ് എസിനെയും ഈ പറയുന്ന കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ശ്രീ കുര്യനുണ്ട്. അത് സത്യമാണത്. NSSന് പിന്നെ രണ്ടുപേർക്കും വലിയ കടപ്പാടുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ വലിയ കടപ്പാടുകളുണ്ട്. അതില് NSS കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് പ്രൊഫസർ കുര്യന്റെ സഹായം, വ്യക്തിപരമായ സഹായങ്ങൾ NSS നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതേപോലെ തന്നെയാണ് പിന്നെ പ്രൊഫസർ കുര്യനും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത പാട് എന്ന് പറയാവുന്ന ഒരു സൂര്യനെല്ലി ആരോപണം അദ്ദേഹത്തിന്റെ പേരിൽ വന്നിരുന്നു. ആ ആരോപണം വന്ന സമയത്ത് രാഷ്ട്രീയത്തില് എന്ത് സംഭവിക്കാം, വളരെ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു അദ്ദേഹത്തിന് ആ ആരോപണം നേരിടേണ്ടി വന്നത്. പിന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ അദ്ദേഹത്തെ പറഞ്ഞില്ലേ, കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് അന്ന് വന്ന തെളിവുകൾ, അന്വേഷണ കമ്മീഷൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ വന്ന തെളിവുകളിൽ അവർ മൊഴിയെടുത്തതില് വളരെ കുര്യൻ സാറിന് അനുകൂലമായ, സത്യമായിരുന്നത്, അനുകൂലമായ ഏറ്റവും നല്ലൊരു മൊഴി വന്നത് NSSന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. കുര്യൻ ഈ പറയുന്ന സമയത്ത് കുമളിയിലൊന്നും പോയിട്ടില്ല, ഏതാണ്ട് ഒരു സമയമൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ചങ്ങനാശ്ശേരി വന്നിരുന്നു എന്നൊരു മൊഴി NSSന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമായി. ആ കേസ് വെറുതെ വിടുന്നതില്, ആരോപണമായിരുന്നെങ്കിലും ആ കേസ് വെറുതെ വിടുന്നതിൽ വലിയ സഹായമായ ഒരു മൊഴിയാണ്. പിന്നെ ഒരു പത്രസ്ഥാപനത്തിന്റെ മൊഴി. ഈ 2 കേസുകളാണ് അദ്ദേഹത്തെ പിന്നെ 2 മൊഴികളാണ് അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് പ്രധാനമായിട്ടും രക്ഷിച്ചെടുത്തത്, ആ ആരോപണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അപ്പൊ അങ്ങനെ വളരെ അടുപ്പമാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം. അതേപോലെ തന്നെ NSSന് ക്ഷീണമുണ്ടാകുന്ന ഓരോ സമയത്തും അദ്ദേഹം വരും കേട്ടോ. അങ്ങനെ ഉള്ള സമയങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെ രംഗത്ത് വരാറുമുണ്ട്. ആ ഒരു കടപ്പാട് പരസ്പരം അങ്ങോട്ട് രണ്ടുപേരും കാണിക്കാറുമുണ്ട്. ഇപ്പൊ NSSന്റെ ഒരു ചെറിയ ക്ഷീണം എന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് നിന്ന് ചില നേതാക്കന്മാർ പുറത്തായതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ ശക്തനായിരുന്ന ഒരു പിന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു കലഞ്ഞൂർ മധു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ ഉണ്ട്. എന്തൊക്കെയോ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഈ പറഞ്ഞതുപോലെ വളരെ ബന്ധമായിരുന്നു, വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നതും അവർ തമ്മിലായിരുന്നു. എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആളുകളും ഒരാളായിരുന്നു. ഡയറക്ടർ ബോർഡ് മെമ്പറുള്ള ഒരാളും വലിയ സ്വാധീനമുള്ള ആളുകാരായിരുന്നു. ജനറൽ സെക്രട്ടറിയുടെ പിന്നെ ഓഫീസിൽ വളരെ സ്വാധീനമുള്ള ആളുമായിരുന്നു ശ്രീ കലഞ്ഞൂർ മധു. അദ്ദേഹത്തിന്റെ ബന്ധു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ധനമന്ത്രി ബാലഗോപാലിന്റെ സഹോദരനാണ് അദ്ദേഹം. ഇപ്പം ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടറോ അപ്പൊ അതിന്റെ MD പിന്നെ മാനേജിംഗ് ഡയറക്ടറോ അങ്ങനെ മറ്റൊരു പോസ്റ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്കിലാണ് അദ്ദേഹം അതിന്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ അത് MD ആയി എന്നാണ് ഇപ്പൊ അടുത്ത സമയത്ത് അറിയാൻ കഴിയും.
ഇവര് തമ്മിൽ പെട്ടെന്ന് അഭിപ്രായ വ്യത്യാസം. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. എന്തായാലും കരഞ്ഞൂർ മധു അവിടെ നിന്ന് NSS നിന്ന് പുറത്തായ ശേഷം പറഞ്ഞില്ലേ, സംഘടനയ്ക്കകത്ത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങള്, പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങള്, ഫണ്ട് മാറുന്നതുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അതിന്റെ അക്കൗണ്ടുകൾ മാറലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. NSSന്റെ പിന്നെ മേജർ ഫണ്ടുകളും അല്ലെങ്കിൽ സമ്പാദ്യം സൂക്ഷിച്ചിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്കിലാണ്. അത് ദേവസ്വത്തിന്റെയും അങ്ങനെയാണ്, ദേവസ്വം ബോർഡിന്റെയും ധനലക്ഷ്മി ബാങ്കാണ് കൂടുതൽ അക്കൗണ്ടുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളും മറ്റു ചില വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്ത് കിടന്ന് കരക്കമ്പി പോലെ പരക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പറഞ്ഞില്ലേ, പലതരത്തിൽ രക്ഷകന്മാർ വരും. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ വന്നു. KB ഗണേഷ് കുമാർ, എനിക്ക് തോന്നുന്നു കലഞ്ഞൂർ മധു പുറത്തായ ശേഷമാണ് KB ഗണേഷ് കുമാർ അവിടെ സജീവമായിട്ട് വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്നു ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം ഉഗ്രപ്രതാപിയായ ഡയറക്ടറും പറഞ്ഞാൽ ഏറ്റവും NSSന്റെ ഏറ്റവും പ്രബലമായിരുന്നു. പക്ഷെ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ വന്ന് വലിയൊരു പ്രവർത്തനത്തിനൊന്നും അദ്ദേഹം നിന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ ആയിരുന്നു. പത്തനാപുരം താലൂക്ക് NSS യൂണിയന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത എത്രയോ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു 35-40 വർഷം അതിന്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹം തന്നെയായിരുന്നു എന്റെ പ്രസിഡന്റ്. ഒരുപാട് ആനുകൂല്യങ്ങളും സേവനങ്ങളും അവിടുത്തെ കരയോഗങ്ങൾക്കും മറ്റു സമുദായങ്ങൾക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ധാരാളം കൊടുത്തിട്ടുണ്ട്. ഈ ഗണേഷ് കുമാറിന്റെ വിജയത്തിന്റെ ഒരു വലിയ പ്രധാന കാര്യം അതാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാനാവുകയില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണവും അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടാക്കിയ ഒരു വലിയ പാരമ്പര്യമാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ കാര്യമായിട്ട് ചങ്ങനാശ്ശേരി വന്നിരുന്നില്ല. പക്ഷെ ഗണേഷ് കുമാർ ഈ കലഞ്ഞൂർ മധു പുറത്തായ ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സജീവമാകുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന വന്നത് കണ്ടില്ലേ, NSS ജനറൽ സെക്രട്ടറിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഗൗരവത്തിലുള്ള, വളരെ നമ്മള് അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്, അവിടെ ഇവിടെയൊക്കെ ചില കരയോഗങ്ങൾ കടന്നുകൊണ്ട് പോവുകയും വേളം വെക്കുകയൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ NSS എന്നുള്ള മഹത്തായ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചില അലവലാദികളോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകൾ, ചില അലവലാദികൾ എന്തൊക്കെയോ പ്രസ്താവന നടത്തിയെന്ന് വിചാരിച്ച് ഈ മഹത്തായ പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള രക്ഷകന്മാരും വരുന്നുണ്ട്. ഒരു കലഞ്ഞൂർ മധു പോയി എന്ന് കരുതിയിട്ട് ഒരു ഗണേഷ് കുമാർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഇപ്പൊ അതല്ല. നമ്മൾ കുര്യൻ സാറിന്റെ റോളാണ് ഇതിനകത്ത് അന്വേഷിക്കേണ്ടത്. കുര്യൻ സാറെ പറഞ്ഞില്ലേ, ഈ അദ്ദേഹത്തിന് ഇനിയിപ്പോ എന്താണ് പ്രതികരണം വരുന്നത് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ നേരെ വരാവുന്ന ഇപ്പൊ NSS നേതാവിനെ കണ്ടതിന് ശേഷം കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതികരണങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇനിയും പഴയതുപോലെ പത്തനംതിട്ട ചെയ്തതുപോലെയുള്ള തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ കൂരമ്പുകളായിരിക്കും അദ്ദേഹത്തിന്റെ നേരെ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അത്രയും പ്രായമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഇതുകൊണ്ട് തന്നെയാണല്ലോ അവസാനം BJP സർക്കാർ പോലും അദ്ദേഹത്തെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന ആളായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ഘട്ടത്തില്, അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചെന്നാണ് പറയുന്നത്, നിങ്ങൾ BJP കാണും ചേരൂ, നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം അടക്കം ഗവർണറായിട്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞെന്നാണ് അന്ന് ചില വാർത്തകളൊക്കെ വന്നത്. ശരിയൊക്കെയാണ്, ഭാഗ്യമായിട്ടൊക്കെ ശരിയുണ്ടെന്നാണ് അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ചില ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും പോകാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നു. കോൺഗ്രസ് പതാക പുതച്ച് തന്നെ വേണം ഈ ഭൂമിയോടെ വിട പറയാൻ എന്നുള്ളൊരു അതാണ് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യവും. അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ തുടരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആള് NSSുമായിട്ട് നടത്തിയ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുകുമാരൻ നായരുടെ വാക്കുകൾ തന്നെയാണ് കുര്യൻ സാറിനിലൂടെ പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.